للذين كفروا بربهم عذاب جهنم وبئس المصير. തങ്ങളുടെ രക്ഷിതാവിൽ അവിശ്വസിച്ചവർക്ക് ജഹന്നമിന്റെ അഥവാ നരകത്തിന്റെ ശിക്ഷയുണ്ട്. ആ തിരിച്ചെത്തുന്ന സ്ഥലം വളരെ ചീത്ത. إذا ألقوا فيها سمعوا لها شهيقا وهي تفور. അവർ അതിൽ ഇടപെട്ടാൽ അതിന് ഒരു ഗർജനം അവർ കേൾക്കുന്നതാണ്. അതാകട്ടെ തിളച്ചു മറിഞ്ഞുകൊണ്ടുമിരിക്കും. تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير. ഉഗ്രകോപം നിമിത്തം അത് പൊട്ടിച്ചിതറി വേർപെട്ടു പോകുമാറാകും. ഓരോ കൂട്ടം ആളുകൾ അതിൽ ഇടപെടുമ്പോഴൊക്കെ അതിലെ പാറാവുകാർ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരുന്നില്ലേ? قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. അവർ പറയും, ഇല്ലാതെ, തീർച്ചയായും ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന ആൾ വന്നിരിക്കുന്നു. എന്നാൽ ഞങ്ങൾ വ്യാജമാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അവരോട് പറയുകയും ചെയ്തു, അല്ലാഹു യാതൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ വലുതായ വഴിവിഴവിലല്ലാതെ മറ്റൊന്നും അല്ല. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير. അവർ വീണ്ടും പറയും, ഞങ്ങൾ കേൾക്കുകയോ ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഈ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിൽ ആകുമായിരുന്നില്ല. فاعترفوا بذنبهم فسحقا لأصحاب السعير. അങ്ങനെ അവർ തങ്ങളുടെ കുറ്റം ഏറ്റുപറഞ്ഞു സമ്മതിക്കുന്നതാണ്. അപ്പോൾ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാർക്ക് വിദൂരം അഥവാ ശാപം. 6 മുതൽ 11 വരെയുള്ള വചനങ്ങളുടെ വിശദീകരണം. സത്യനിഷേധികളായ അവിശ്വാസികളെ നരകത്തിൽ ഇടുമ്പോഴത്തെ സന്ദർഭം അള്ളാഹു വിവരിക്കുകയാണ്. അത്യുഗ്രമായ ഉഷ്ണതാപവും അതികഠോരമായ കോപതാപവും നിമിത്തം സ്വയം പൊട്ടിത്തെറിച്ച് ചിന്നിച്ചിതറിപ്പോകുമാറ് തിളച്ച് വമിച്ച് എരിവരി കൊള്ളുന്ന നരകം അവരുടെ നേരെ ഇരമ്പി ഗർജിക്കും. അന്നേരം കുറ്റവാളികളുടെ അട്ടഹാസവും ഭയപ്പാടും നിലവിളിയും എന്തായിരിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ. ഓരോ കൂട്ടം ആളുകളെയും നരകത്തിലേക്ക് വലിച്ചിടുമ്പോൾ അവരോട് അതിലെ ഉദ്യോഗസ്ഥന്മാരായ മലക്കുകൾ ചോദിക്കും, ഈ ശിക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് താക്കീത് നൽകുന്നതിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ? നരകത്തിലെ ഉദ്യോഗസ്ഥന്മാരാകട്ടെ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടതുപോലെ ദയതോന്നാത്ത പരുഷ സ്വഭാവികളും കഠോരന്മാരും. ഈ ചോദ്യം അവരെ കൂടുതൽ വ്യാകുലമാക്കുമെന്ന് വ്യക്തമാണ്. തങ്ങളുടെ പക്കൽ വന്നുപോയ തെറ്റ് അങ്ങേ അറ്റത്തെ വിനയത്തോടെ അവർ തുറന്ന് സമ്മതിക്കും. ഞങ്ങൾക്ക് താക്കീത് നൽകുന്ന പ്രവാചകന്മാർ വരാതിരുന്നിട്ടില്ല, എങ്കിലും ഞങ്ങൾ അവരെ നിഷേധിച്ച് തള്ളിക്കളയുകയും പരിഹസിക്കുകയുമാണ് ഉണ്ടായത്. അയ്യോ, അന്ന് അത് കേട്ടനുസരിക്കുകയും ബുദ്ധി ഉപയോഗിച്ച് മനസ്സിരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഈ അനുഭവത്തിന് ഇടവരില്ലായിരുന്നു. പക്ഷേ ഈ അവസരത്തിൽ കുറ്റസമ്മതം കൊണ്ട് ഫലമില്ലല്ലോ. കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കണിക പോലും ഇനി അവർക്ക് പ്രതീക്ഷിക്കുവാനില്ലാത്ത വണ്ണം വിദൂരത്തിലും ശാപത്തിലുമാണ് അവരുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നരകത്തിൽ പ്രവേശിക്കുന്ന ഒരാളും തന്നെ സ്വർഗത്തേക്കാൾ നരകത്തിനാണ് താൻ അർഹനെന്ന് ബോധ്യം വരാത്തവരുണ്ടാവുകയില്ല എന്ന് ഒരു നബിവചനത്തിൽ വന്നിരിക്കുന്നു. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.